2026 മാർച്ച് 19 കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ് ഏതാണ്? സിവിജിൽ. സിവിജിൽ ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ്. മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? സിവിജിൽ എന്നാണ്. അപ്പോൾ സിവിജിൽ ആരും മറക്കല്ലേ, ആ ആപ്പിന്റെ പേര് സിവിജിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2027 ഏതു സംസ്ഥാനത്തെ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകുന്നത്? ഏതു സംസ്ഥാനത്തെ റെയിൽവേയാണ്? സിക്കിം. അപ്പം സിക്കിം സംസ്ഥാനത്തിലെ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷിവോക് റാങ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, സിക്കിം. അപ്പോൾ ഷിവോക് റാങ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ വെസ്റ്റ് ബംഗാൾ ടു സിക്കിം വരെയാണ്. ഇനി അപ്പോൾ വെസ്റ്റ് ബംഗാൾ ടു സിക്കിം ഏതൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ഷിവോക്ക് ടു റാങ്പോ റെയിൽവേ ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 മാർച്ചിൽ അന്തരിച്ച ഹിരോഷിമയിൽ US വർഷിച്ച അണുബോംബിനെ അതിജീവിച്ച വ്യക്തി ആരാണ്? ഷിഗേക്കി മോറിയാണ് ഹിരോഷിമയിൽ US വർഷിച്ച അണുബോംബിനെ അതിജീവിച്ച ആ മഹത് വ്യക്തി എന്ന് പറയുന്നത്. പേരെന്താണ്? ഷിഗേക്കി മോറി. അടുത്തത്, ജർമ്മനിയിലെ വനിതാ അത്ലറ്റുകളുടെ ഉന്നമനത്തിനായി ജർമ്മനിയിലെ വനിതാ അത്ലറ്റുകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സ്ട്രോങ് വുമൺ ജർമ്മനി എന്ന സംഘടനാ സ്ഥാപകയും ലോക ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ അത്ലറ്റിക് താരം ആരാണ്? സീന റുപ്പൻഡാലാണ് ജർമ്മനിയിലെ വനിതാ അത്ലറ്റുകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സ്ട്രോങ് വുമൺ ജർമ്മനി എന്ന സംഘടനയുടെ സ്ഥാപക. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സീന റുപ്പൻഡാൾ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ വേറെന്തും കൂടെ ഉണ്ട്, ലോക ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ അത്ലറ്റിക് താരമാണ് സീന റുപ്പൻഡാൾ. മറക്കല്ലേ. അപ്പൊ സീന റുപ്പൻഡാൾ എന്താണ്? ജർമ്മനിയിലെ വനിതാ അത്ലറ്റുകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സ്ട്രോങ് വുമൺ ജർമ്മനി എന്ന സംഘടന സ്ഥാപകയുമാണ്. അതുപോലെ തന്നെ ലോക ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ അത്ലറ്റിക് താരവുമാണ്. ഇനി അപ്പൊ പേരെന്താണ്? ഒന്നും കൂടി പറയാമോ? എന്താണ്? സീന റുപ്പൻഡാൾ എന്നാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 2026 നടന്ന ഇന്ത്യൻ വെൽസ് ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ആര്യാന സബലേങ്ക എന്നാണ്. അപ്പം 2026 നടന്ന ഇന്ത്യൻ വെൽസ് ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? ആര്യാന. അതിൽ തന്നെ ഉണ്ടല്ലേ, ആരാണ്? ആര്യാന സബലേങ്കയാണ് 2026 നടന്ന ഇന്ത്യൻ വെൽസ് ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതാണ് ആ ക്വസ്റ്റ്യൻ, 2026 മാർച്ചിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി ആരാണ്? സുരക്ഷാ മേധാവി പേര് പറയാം. അലി ലാരിജാനിയാണ്. ഒന്നും കൂടി പറയാം, അലി ലാരിജാനിയാണ് 2026 മാർച്ചിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി. അപ്പൊ ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവിയുടെ പേരെന്താണ്? അലി ലാരിജാനി എന്നാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നാളെ കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നന്ദി.